പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുത്തു. ഇഡി സമൻസ് അയച്ചവരുടെ ലിസ്റ്റാണ് പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായാണ് വിജിലൻസിന്റെ നിഗമനം. ഇഡിക്കെതിരെ വിജിലൻസിന് കൂടുതൽ പരാതികളും ലഭിച്ചു. സംഭവത്തിൽ ഇഡിയുടെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. കേസിൽ 4-ാം പ്രതിയായ രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഡിജിറ്റൽ തെളിവുകളും രേഖകളും ഡയറിയും പിടിച്ചെടുത്തത്. ഡയറിയിൽ ഇഡി സമൻസ് അയച്ച വ്യക്തികളുടെ പേര് വിവരങ്ങളാണുള്ളത്. ഇവരിൽ നിന്നും കൈക്കൂലി വാങ്ങാൻ സംഘം പദ്ധതിയിട്ടിരുന്നതായാണ് വിജിലൻസിന്റെ നിഗമനം. രഞ്ജിത്തിന് ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്നും കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഇയാൾ നിരന്തരം വരാറുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതികളെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം 1-ാം പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്താൽ മതിയെന്നാണ് വിജിലൻസ് തീരുമാനം. അതേസമയം സമാനമായ പരാതികളുമായി കൂടുതൽ പേർ വിജിലൻസിനെ സമീപിക്കുന്നുണ്ട്. വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആഭ്യന്തര അന്വേഷണവും സംഭവത്തിൽ നടക്കുന്നുണ്ട്. ശേഖർ കുമാറിന്റെ ഫോൺ കോൾ വിശദാംശങ്ങളടക്കം ഡെപ്യൂട്ടി ഡയറക്ടർ ശേഖരിച്ചിട്ടുണ്ട്. വിജിലൻസിൽ നിന്ന് തെളിവുകളും വിശദാംശങ്ങളും ശേഖരിക്കാൻ ഇഡി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മീഡിയ 1 കൊച്ചി.